ഹായ്, ആദ്യം ഈ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കമ്പനീൻ്റെ 2nd ആനിവേഴ്സറിയാണ്. അതിൻ്റെ ഒരു സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പുറത്ത് വീടുകൾ വെച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 ഇയേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതുകൂടാതെ തന്നെ ഇന്ന് തന്നെയാണ് മനോൻ്റെ ബർത്ത്ഡേ കൂടി വരുന്നത് കേട്ടോ. അത് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ കമ്പനി ബർത്ത്ഡേയുടെ അന്ന് സ്റ്റാർട്ട് ചെയ്തതൊന്നുമല്ല, അന്ന് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് ഞങ്ങളിത് കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും ഒത്തുകൂടി ചെറിയൊരു ഫംഗ്ഷനാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് കാണുന്നത് കേട്ടോ. കാരണം അവരെല്ലാവരും ഓരോ സൈറ്റിലായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് കൂടി നല്ലൊരു അടിപൊളി ഫംഗ്ഷനായിരുന്നു. പിന്നൊരു കാര്യം, അദ്ദേഹത്തിന് ഒരു ആദര സൂചകമായി നമ്മുടെ മനോജേട്ടന് ഒരു പൊന്നാട അണിയിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി വരുന്നത്. അപ്പോൾ പൊന്നാട അണിയിക്കാൻ വേണ്ടി മനോജേട്ടനെ ക്ഷണിക്കാണ്. ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ സ്വന്തം ജയരാജേട്ടൻ. നല്ല വീഡിയോ ഇതെല്ലാം വീഡിയോ ഞങ്ങളുടെ നാട്ടിലെ പിള്ളേർക്ക് കാണിച്ചു തരാം. കാരണം അപ്പോ ജയരാജേട്ടന്റെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കാണ്. ഞാന് കുറെ കാലമായി ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നിട്ട് ഞാന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചെങ്കലിൽ തുടങ്ങിയ വർക്കാണ്. അത് കഴിഞ്ഞ് മനോജേട്ടന്റെ ഒപ്പം കൂടി വർക്കുകളൊക്കെ ചെയ്തു. ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ ഈ കോൺക്രീറ്റിലുള്ള വീട് ചെയ്തിട്ട് എനിക്ക് ഇതേമാതിരി ഒരു ഉപഹാരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ നന്ദിയാണ്. എന്താ വെച്ചാൽ എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഉപഹാരമായിട്ട് ഞാനിത് കാണുന്നു. ഇത്ര മാത്രമേ ഈ ഉപഹാരം തന്ന എന്റെ കമ്പനിയോടും അതേപോലെ തന്നെ മനോജ് ഭായിനോടും വളരെയധികം നന്ദി. നമ്മുടെ മനോജേട്ടന് മാത്രം കൊടുത്താൽ പോരല്ലോ. അപ്പൊ അമ്മു ചേച്ചിക്കും മക്കള് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളും അമ്മു ചേച്ചിക്ക് ഗിഫ്റ്റ് എന്തായാലും ഞങ്ങൾ വാങ്ങും. അപ്പൊ അതും പാടെ ഒന്ന് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ സ്വന്തം ദാനേശ്വരനെ ചേച്ചിക്ക് ഞങ്ങൾ വാങ്ങിയ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ദാനേശ്വരനെ ക്ഷണിക്കാണ്. അമ്മു ചേച്ചി നിങ്ങൾ ക്ഷണിക്കാണ്. അതേപോലെ മക്കളെ ഗിഫ്റ്റ് മറക്കണ്ട. അത് ചേച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ചേച്ചി ഇതാ ഇപ്പോഴാണ് അറിയണത്. ഒരു കൈ കേട്ടോ, മക്കളെ ഏർപ്പാടാക്കിയതാണിത്. ഈ ഫംഗ്ഷൻ നടക്കുന്നത് കോട്ടയത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നടത്താൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്കേഴ്സ് എല്ലാം എറണാകുളം, കോട്ടയം, കട്ടപ്പന ഈ ഒരു ഏരിയയിലായിരുന്നു ഇപ്പോൾ കൂടുതൽ പ്രൊജക്ഷൻ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവർ ഇത്രയും ലോങ് ഡ്രൈവ് വരുന്നത്. പിന്നെ ഇത് മനോഹരൻ്റെ അച്ഛനാണ്. അച്ഛന് വയ്യ, വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കും, ഇവിടെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഹൗസ് ഓണേഴ്സാണ്, ഷൈനി ആൻറ്റിയും മോനിച്ചൻ അങ്കിളും. ഇവരെ പറ്റി പറയാതെ ഈ വീഡിയോ ഒരിക്കലും പൂർണ്ണമാവില്ല. കാരണം ഇവരാണ് സത്യം പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ നടക്കാനുള്ള ഒരു മെയിൻ കാരണം തന്നെ. അങ്കിളിനെയും ആൻറ്റീനെയും കുറിച്ചിട്ട് അമ്മു അങ്ങനെ പറയാൻ എന്താ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ 2 വർഷ കാലയളവിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട്, അതായത് നമ്മളുടെ വലിയ പ്രൊജക്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ റെൻറ്റിന് വീടെടുത്ത് താമസിക്കാറുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു വേറൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അത് കാരണം കൊണ്ട് തന്നെ 2-3 മാസത്തിന് വാടകയ്ക്ക് വന്ന ഞങ്ങൾ 1 ഇയർ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ പിള്ളേർ പറയണത് ഇവിടുന്ന് പോവുകയേ ചെയ്യരുത് എന്നാണ്. ഇവരുടെ പിള്ളേരാരും ഇവിടെ അല്ല കേട്ടോ, പിള്ളേരൊക്കെ പുറത്താണ്. ഇപ്പോൾ ശരിക്ക് അവരുടെ മക്കൾ ഞങ്ങളാണ്. ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും എങ്ങനെയാണോ എഫേർട്ട് ഇടുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവരും എഫേർട്ട് ഇട്ടത്. കാരണം കാറ്ററിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഡെക്കറേറ്റ് ചെയ്യേണ്ടതും ക്ലീനിങ് അങ്കിള് 3 ദിവസമാണ്. അതായത് നമ്മളെ വീട് കുറച്ച് ഉള്ളിലേക്കാണ്. ഞാൻ അങ്കിളിനെ ചീത്ത വരെ പറയേണ്ടി വന്നു. ആ റോഡൊക്കെ അടിച്ചു വാരി, അതായത് അവരെ വീട്ടിലൊരു ഫംഗ്ഷൻ എങ്ങനെയാണോ നടത്തേണ്ടത് അതേ രീതിയിൽ. കാരണം ഞങ്ങൾ ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലിരിക്കല്ലല്ലോ, ഞങ്ങൾ ഓരോ സൈറ്റിൽ കൂടെ പോവും, തിരിച്ചു വരും. അപ്പോൾ അങ്കിളിനോട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, അങ്കിളിന് അറിയാവുന്ന ഒരു കാറ്ററിങ്ങിൻ്റെ ഒരാളെ ഏൽപ്പിക്കാൻ. കാരണം നമ്മൾക്കും തന്നെ ഇവിടെ കോർഡിനേഷൻ കുറച്ചും കൂടി ഈസി ആവുമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് അവർ ഇങ്ങനെ ആക്കി തരുന്നുള്ളത്
ഞങ്ങളും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ അവരുടെ മക്കളാണെന്നുണ്ടെങ്കിലും അവിടുന്ന് ഞങ്ങൾ മനോഹരനോടൊക്കെ സംസാരിച്ചു. കാരണം അവർക്കൊന്നും അതിൻ്റെ ഒരു ആവശ്യമില്ല, പക്ഷെ അവരത് ഫുൾ ടൈം അവിടെ ഇരുന്ന് CCTV-യിലൂടെ കണ്ടു എന്നാണ് ആൻറ്റി പറഞ്ഞത്. അപ്പോൾ അതന്നെ ആലോചിച്ച് നോക്കും. അതായത് നമ്മുടെ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ മക്കൾ ആ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഒരാളന്ന് ഓഫ് ആയിരുന്നു തോന്നുന്നുണ്ട്. ആൾ ഫുള്ളായിട്ട്, അതായത് ഈ സ്റ്റേജ് ഇതൊക്കെ നമ്മൾ അവരെ ഗാർഡനിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിലേക്ക് കറക്റ്റ് CCTV ഇതുണ്ട്. അപ്പോൾ ആ നേരത്തെ അങ്കിൾ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാനും മോനുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചെങ്കിലും മനോട്ടം പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഹോട്ടലിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഫംഗ്ഷനായിട്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു ഡാൻസോ പാട്ടോ അങ്ങനെ ഒന്നും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഫസ്റ്റത്തെ പ്ലാനിങ്ങിൽ കേട്ടോ. പിന്നെ അതൊക്കെ വന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താണ് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്, നമുക്ക് ഇവിടെ നടത്തിയാലോ, എനിക്കൊരു വീട്ടിൽ നടത്തണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അങ്കിളിനോട് ആൻറ്റീനോട് ഞങ്ങൾ രാത്രി പോയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്നാൽ പിന്നെ മക്കൾ വിളിക്കുന്ന സമയത്ത് നല്ല പെർമിഷനൊക്കെ അവർക്ക് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രാത്രി തന്നെ പോയത്. ഞാൻ പ്രതീക്ഷിച്ചത് എന്താ വെച്ചാൽ എനിക്ക് അടുത്ത ദിവസം കട്ടപ്പന പോകണം. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളെന്താ ചിന്തിക്കുക, മക്കളൊക്കെ പുറത്താകുമ്പോൾ അന്ന് ഞങ്ങൾ മക്കളോട് ചോദിച്ചിട്ട് നമുക്ക് നാളെ പറയാമെന്നൊക്കെ പറയുന്നല്ലേ. അങ്ങനെയാണ് നമ്മളൊരു എക്സ്പീരിയൻസ്. പക്ഷെ അങ്കിള് ആൻറ്റി എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി അപ്പം തന്നെ അങ്കിളിനോട് ആ നമ്പർ എടുത്ത് അന്ന് രാത്രി തന്നെ ഞങ്ങൾ കാറ്ററിംഗ് ബുക്ക് ചെയ്തു. മക്കളോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഞാനൊരു പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു അവർ നല്ല ഫ്രണ്ട്സിനെ പോലെയാണ്, അവരെന്ത് തീരുമാനം എടുത്താലും അവർ അത്രയും ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അവരുടെ ഒരു ഫാമിലി കണ്ടപ്പോൾ. അതുകൊണ്ട് ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീരമാക്കി നടത്തി തന്ന മോനിസൻ അങ്കിളിനും ആൻറ്റിക്കും പിന്നെ അവരുടെ മക്കൾക്കും ഇത്രയും നല്ല ആംബിയൻസിൽ ഈ ഒരു പഴയ വീട് സെറ്റ് ചെയ്ത് നിർത്തിയതിനും അവർക്ക് ഒരു 100 നന്ദി. ആദ്യം ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ വർക്കേഴ്സ് ആരും തമ്മിൽ കാണാറില്ല. എല്ലാവരും ഒരു സൈറ്റിൽ നിന്ന് ഒരു സൈറ്റിലോട്ട് പോകുന്നു. ഈ മിക്സ് ചെയ്ത് കാണൽ വളരെ കുറവാണ്. കാരണം ഓരോ ടീമായിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരെല്ലാവരെയും ഒന്ന് കാണിക്കുക, അതായിരുന്നു ഫസ്റ്റത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഒരുമിച്ച് കൂടില്ല എന്നാട്ടോ അർത്ഥം. ഇവർ തമ്മിൽ കാണാതിരിക്കില്ല. കാരണം ഒരു സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലേക്ക് നമ്മൾ ഒരാളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പരസ്പരം കാണും, അതേപോലെ ഗ്രൂപ്പിലൂടെ കാണും. പക്ഷെ എല്ലാ ആൾക്കാരും ഈ 2 വർഷത്തിന്റെ ഇടയിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇതുവരെ സംസാരിക്കുക, ഭക്ഷണം കഴിക്കുക, അതൊന്നും ഉണ്ടായിട്ടില്ല. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു ഇത്. പിന്നെ അപ്പം നമ്മൾ വിചാരിച്ചു അടുത്തുള്ള കുറച്ച് ക്ലയൻസിനെ വിളിക്കാമെന്ന്. പക്ഷെ ആരും വരുന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച, പക്ഷെ വിളിച്ച എല്ലാവരും തന്നെ വന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരേ ഒരു ടീമിന് മാത്രമേ വരാൻ പറ്റാതിരുന്നുള്ളൂ. അവർക്കാണെങ്കിൽ അതിന്റെ തക്കതായ കാരണം ഉണ്ടായിരുന്നു. മുൻകൂട്ടി വിളിച്ചു പറയും, ഒഴിവാക്കാൻ പറ്റാത്തൊരു കാരണം ഉണ്ടായ, അതുകൊണ്ട് മാത്രം അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ അത്രയും ആൾക്കാരെ വിളിച്ചതിൽ അപ്പോൾ അവര് ബുദ്ധിമുട്ടും അവർ ഒരുപാട് അമ്മൂനെ വിളിച്ചിട്ട് അങ്ങനെ സോറിയൊക്കെ പറയും ചെയ്തു. കാരണം നമുക്ക് അറിയാതെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, സങ്കടമില്ല. ഇതിൽ നമ്മുടെ സ്റ്റാഫുകൾ തന്നെ ഒരു 40 പേരോളം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരാൻ പറ്റാത്ത സ്റ്റാഫുകൾ, കാരണം നാട്ടിലുള്ള സ്റ്റാഫ് ഒരു 6 പേരും പിന്നെ ഒരാൾക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകണമായിരുന്നു. അങ്ങനെ 40ഓളം പേര് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ. അതുപോലെ കുറച്ച് ക്ലയൻസും മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു 70ഓളം ആൾക്കാർ ഇതിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ ക്ലയൻസിനെയും വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് വൈകുന്നേരമാണ്, ഒരു 6 മണി ആ സമയത്താണ്. അപ്പോൾ രാത്രി വന്നു പോകാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് വിളിച്ചത്. പിന്നെ ദൂരത്തുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരണമെന്നുണ്ടാകും, പക്ഷേ ഈ യാത്രയും കാര്യങ്ങളും ആയിട്ട് അവർക്കുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് വിളിച്ചില്ല. എങ്കിലും ഞാൻ ലിഫോനെ ഒന്ന് വിളിച്ചു. ലിഫോ നമ്മുടെ വയനാടുള്ള ക്ലയൻ്റാണ്. പക്ഷെ അവൻ വരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് അവനോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ശരിക്കും വരുമോന്ന്? അപ്പോൾ ആന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ, അമ്മ, മോള്, വൈഫ് എല്ലാവരുമായിട്ട് വന്നു. അവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവുണ്ടോ. കാരണം 3 ദിവസത്തെ ഒരു ട്രാവലായിരുന്നു അവർക്ക്. ഒരു തലേ ദിവസം അവിടുന്ന് പുറപ്പെട്ടു, ഇന്നലെ ആയിരിക്കും അവർ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ എങ്കിലും അവർ വന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവരാണ് ഇതിൽ ഏറ്റവും റിസ്ക് എടുത്ത് വന്ന ആൾക്കാർ, ഏറ്റവും ദൂരത്തുനിന്ന് വന്ന ആൾക്കാർ. നമ്മൾ തന്നെ എല്ലാ ആൾക്കാരും ഈ പരിസരത്ത് ഒത്തുകൂടിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെ വെച്ചത്. കാരണം നമ്മളെ കോഴിക്കോട് മണി തുടങ്ങാൻ പോണ സൈറ്റ് നമ്മൾ അവരോടൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒരു 1 വീക്ക് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണൂരത്തൊക്കെ പ്രൊജക്റ്റ് ഇപ്പോൾ സ്റ്റേയിലാണ് നിൽക്കുന്നത്. അതായത് മെയിൻ സ്ലാബ് അടിക്കാൻ ഇനി തുടങ്ങണേ ഉള്ളൂ. ഈ ബലൂണ് വീർപ്പിച്ച് നടക്കുന്നത് ഫൈസലിക്കാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ നെയ്ബറാണ്. അപ്പം ഞങ്ങളെ അച്ഛനും അമ്മയ്ക്കൊക്കെ എങ്ങടെയൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈസലിക്കയാണ് അവരെ ഭദ്രമായി കൊണ്ടുവരണതൊക്കെ. അപ്പോൾ ഇന്നും ഫൈസലിക്കയാണ് നാട്ടിൽ നിന്ന് ഇതുവരെ കൊടുക്കുന്നത്. കാരണം അച്ഛനൊക്കെ കണ്ടില്ലേ, അത്രയും വയസ്സായ ആളെ വണ്ടിയിൽ ട്രാവൽ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളിവിടെ ഏത് കാരണം കൊണ്ട് എല്ലാ റിസ്ക്കും അവർ തന്നെ എടുക്കണം. പിന്നെ അമ്മൂൻ്റെ അച്ഛനും ഉണ്ട്. പക്ഷേ അമ്മൂൻ്റെ അച്ഛനും വേറെ 2 വണ്ടിയായിട്ടാണ് വന്നത്.
പിന്നെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അമ്മ ഇങ്ങനെ ഫോൺ വിളിച്ച് നടക്കുന്നത് കാണുന്നില്ലേ? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുള്ള് കോർഡിനേഷനും അമ്മുവാണ്. അതായത് ഇപ്പോൾ എല്ലാ ക്ലയൻസിനും വഴി പറഞ്ഞു കൊടുക്കൽ, അതായത് ക്ഷണം മുതൽ വഴി പറഞ്ഞു കൊടുത്ത് അവരെ വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരു പ്രൈവറ്റ് വഴിയാണ്. ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ ഇല്ല. ഡോട്ട് നോക്കി വരാൻ പറ്റുന്നവർക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അതാണ് ഒരു ബുദ്ധിമുട്ട് മാത്രം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടായി. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലയൻസിനൊക്കെ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഇവർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയാം, അവരുടെ സ്ഥലങ്ങൾ അറിയാം. മാത്യു സാറിനൊക്കെ പിന്നെ എല്ലാവരെയും അറിയാം. ബാക്കി എല്ലാവരുടെയും ഇങ്ങനെ അവർക്ക് എല്ലാവർക്കും തമ്മിൽ പേരുകളുടെ ഒരു സാമ്യം പരിചയം ഉണ്ടായിരുന്നു. ഇത് ശിവദാസേട്ടനൊക്കെ വീഡിയോ ഇറങ്ങിയിട്ട് ഓൺ ദ സ്പോട്ടിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സൈറ്റിന്റെയും പ്രോഗ്രസ് ഇവർക്ക് അറിയാം. അങ്ങനെ കാണുന്ന ആൾക്കാരും ഉണ്ട്. ഇരുട്ടാവുന്നതിന് മുന്നേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അപ്പൊ ശിവദാസേട്ടനോ ജിച്ചേട്ടനും അച്ഛനെയും നമ്മളങ്ങ് കൂടെ നിർത്തി. കാരണം അവര് 24 മണിക്കൂറും നമ്മളെ ആൾക്കാരെ കൂടെ പോലെ തന്നെയാണ്. കാരണം ചില ക്ലയൻസുകൾക്ക് നമ്മളെ കൂടെ വർക്കേഴ്സിന്റെ കൂടെ നിന്ന് മിങ്കിൾ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അവരൊക്കെ അതത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. പക്ഷെ ശിവദാസേട്ടൻ റിട്ടയർഡ് ആയിട്ടാണ് വീട് വെക്കണത്. ഫുൾ ടൈം നമ്മളെ കൂടെ സൈറ്റിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ ജിച്ചേട്ടൻ്റെ അച്ഛൻ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കണത്. അതായത് ജിച്ചേട്ടൻ ഗൾഫിലുള്ളത്. അപ്പോൾ 24 മണിക്കൂറും നമ്മളെ സ്റ്റാഫ് ആളുടെ കൂടെ തന്നെയാണ് അവിടെ ജീവിക്കണത്. ഇത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി നമ്മളിനി ചെയ്യാൻ പോകുന്ന വീടിൻ്റെ ക്ലയൻ്റാണ് ജോർജും അതേപോലെ ഷീന ചേച്ചിയും. അപ്പോൾ അവരുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. കൂട്ടത്തിൽ അവരെയും നമ്മൾ വിളിച്ചു. അനുവേട്ടനും എനിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടേ നമ്മളൊരു വീഡിയോ എടുക്കാൻ ഒരു പയ്യനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവൻ ശരിക്കൊരു വീഡിയോഗ്രാഫർ എടുക്കുന്ന ഒരു 2-3 സെക്കൻഡ്സുള്ള ഷോർട്സുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഫേസ് കറക്റ്റ് കിട്ടുന്നില്ല. അതുപോലെ നമ്മുടെ അൾട്രാടെക്കിൻ്റെ സജിൻ ചേട്ടനാണ്. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട്, അതായത് ഇത് പ്രൊഫഷണൽ ആൾക്കാർ ചിലപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് എഡിറ്റ് ചെയ്യാൻ സുഖമായിരിക്കും. പക്ഷേ നമുക്ക് ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. അതിന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ കലാപരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലയൻസ് തന്നെ എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പുതുതായിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുന്ന അവരുടെ വീടിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ആയതുകൊണ്ട് ഇവിടെ വന്ന് സംസാരിച്ചു വന്നപ്പോൾ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ജോർജ് ഏട്ടനും അതേപോലെ നമ്മുടെ മോനിച്ചനങ്ങളും തമ്മിൽ റിലേറ്റീവ്സാണ്. ഇവിടെ വന്ന് അവർ സംസാരിച്ചപ്പോഴാണ് അവർക്ക് അറിഞ്ഞത്. ഇപ്പം ഞാൻ ലച്ചുവിനോട് നമ്മളുടെ ഈ ഓരോ ക്ലയൻറ്റിൻ്റെയും പേരുകളാട്ടോ ചോദിക്കണത്. ലച്ചുവിന് ഒരുവിധം എല്ലാ ക്ലയൻസിനെയും അറിയാം. കാരണം ഇവർ വെക്കേഷൻ സമയത്ത് നമ്മൾ എല്ലാ സൈറ്റിലും കൊണ്ടുപോകാറുണ്ട്. അല്ലാത്ത സമയത്തും നമ്മൾ സൈറ്റിലേക്ക് അല്ലെങ്കിൽ കൂടി നമ്മൾ അവരെ കൊണ്ടുപോകലുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോസ് അവർ നമ്മുടെ കാണാനുണ്ട്. അങ്ങനെ അവൾ എല്ലാവരുടെയും പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ 2-3 സെക്കൻഡായിട്ട് എടുത്തു വെച്ചുകൊണ്ടേ ആരെ പറ്റിയിട്ട് ഇതിൽ നമുക്ക് ഫോട്ടോ കാണിച്ച് അല്ലെങ്കിൽ വീഡിയോ കാണിച്ച് പറയാൻ പറ്റണില്ല. അതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷന് വന്ന ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം. നമ്മളുടെ വയനാട്ടിൽ നിന്ന് ലിഫോം അവൻ്റെ ഫുൾ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ തോമസ് ഏട്ടനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്യു സാറും സിജി ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളിക്കത്തോട്ടുനിന്ന്. അതേപോലെ തന്നെ റഷീദ് അങ്കിളും വൈഫും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോട്ടയം അടിച്ചിറയുള്ള ക്ലയൻസ്. പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജോർജ് ഏട്ടനും അതേപോലെ ഷീന ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളം 2020 നിന്ന് ലെന്നേട്ടനും വൈഫും മോളും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാഞ്ഞിരമറ്റത്ത് നിന്ന് നമ്മുടെ ശിവദാസേട്ടനും അതേപോലെ പിറവത്ത് നിന്ന് നമ്മുടെ ജീവച്ചേട്ടൻ്റെ ഡാഡിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫംഗ്ഷൻ ഇവിടെ നടത്താൻ മെയിനായിട്ടുള്ള കാരണമായ നമ്മുടെ അമ്മച്ചി, നമ്മുടെ മൂനിപ്പള്ളിയിലുള്ള 3000 സ്ക്വയർ ഫീറ്റ് ഒറ്റനില വീട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അവിടുത്തെ അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വൈക്കത്തുള്ള അനന്തുവിൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ അടിച്ചിലുള്ളതും പള്ളിക്കത്തോടും വൈക്കത്തുള്ള വീടുകളുടെയൊക്കെ ഹൗസ് വാമിങ് കഴിഞ്ഞതാണ്. അതേപോലെ കാഞ്ഞിരപ്പള്ളിയിലുള്ള വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഓൺഗോയിങ് പ്രൊജക്ട്സാണ്. പിന്നെ നമ്മുടെ ഷെരീഫ് നമ്മുടെ കമ്പനിയുടെ ഡ്രൈവറാണ്. അവനാണ് കേട്ടോ ഈ പരിപാടി ഫുൾ വൈബാക്കിയ ഒരാള്. പക്ഷെ ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ ഇങ്ങനെ വൈബാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തിനൊരു സ്ക്രിപ്റ്റും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു പിള്ളേർക്കൊരു പാർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവരിത് ഞാനും അമ്മ അറിയാണ്ട് അതിൻ്റെ ബാക്കിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണതും അത് നമുക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഇതേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വൈകുന്നേരം എല്ലാവരും വരിക, നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു പരിപാടി. പക്ഷെ ഈ സ്റ്റേജിൻ്റെ പിന്നണിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതും കൂടാണ്ട് നല്ല സൂപ്പർ ഗായകനുമാണോ. ഈവൻ ഇത്രത്തോളം പ്ലാനിങ്ങും അതേപോലെ ഇത്ര നന്നായിട്ട് പാടുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റായി.
നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഈ വാർഷികം ഏറ്റവും നല്ല കളറാക്കിയതും വൈബാക്കിയതും നമ്മുടെ ഷെരീഫാണ്. അതിൻ്റെ ഒരു 50% ക്രെഡിറ്റ് ഞാൻ അവന് കൊടുക്കുകയാണ്. ഇത് ആദ്യമായിട്ട് ഞങ്ങൾ നടത്തുന്ന കാരണം കൊണ്ട് ഇതിൻ്റെ ഒരു രൂപരേഖ എങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പരിപാടി ഞങ്ങൾ വിചാരിച്ച് വെറുതെ ഒരു ഭക്ഷണം കഴിച്ച് പിരിയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ കുറച്ച് നേരം പ്രസംഗിച്ചു. പിന്നെ മൈക്ക കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മൈക്ക വിടാത്തതുകൊണ്ട് അങ്ങനെ കുറേ സമയം പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെരീഫിൻ്റെ ഈ ടീമിൻ്റെ സെറ്റപ്പിൽ ബാക്കിൽ തന്നെ ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങാമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അത് ആ ഒരു കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ആദ്യമായിട്ട് നടത്തുകൊണ്ടും ഞങ്ങൾക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സംഭവം ആയതുകൊണ്ടും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തതായതുകൊണ്ടും അത് ക്ഷമിക്കുക. എല്ലാ ആൾക്കാരും ഇങ്ങനെ സ്റ്റേജിൽ വിളിച്ച് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്ത വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ രൂപത്തിലാക്കിയെടുത്തുന്നത്. പിന്നെ ഷെരീഫ് ഒരുപാട് പാട്ടുകൾ നല്ല അടിപൊളിയായിട്ട് പാടിയായിരുന്നു. പക്ഷേ ആ പാട്ടൊന്നും നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോയിൽ എന്തായാലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, കാരണം അതിനെല്ലാം കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ പ്രസംഗം തന്നെ അത്യാവശ്യം 1 മണിക്കൂറുണ്ട് കേട്ടോ മനോട്ടൻ്റെ. പക്ഷെ അതെല്ലാം മനോട്ടൻ കട്ട് ചെയ്തു. ഞാനത് പറഞ്ഞു കുറച്ച് പോർഷൻസ് ഇതിലിടാൻ പറഞ്ഞു, പക്ഷെ മനോട്ടൻ സമ്മതിക്കണില്ല. മനോട്ടൻ ഫുൾ പ്രസംഗം അതിൽ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വീണ്ടും റിപ്പീറ്റേഷനായിട്ട് തോന്നും. കാരണം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതേപോലെ ലൈവിൽ സൈറ്റിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് പറഞ്ഞിരുന്നത്. പിന്നെ അതിൽ കുറച്ച് നല്ല കാര്യം പറഞ്ഞു എന്നുള്ളത് അമ്മൂനെ പുകഴ്ത്തിയിട്ടാണ്. അപ്പോൾ അത് ഇതിലേക്ക് എന്തായാലും ഇടാൻ തീരെ താല്പര്യമില്ല. അല്ല, പുകഴ്ത്തിയത് ഞാൻ അല്ലെങ്കിലും കട്ട് ചെയ്യാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കതിന് നമ്മളെ മുന്നിൽ നിർത്തി പുകഴ്ത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതെന്തായാലും കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് ഇടാൻ സമ്മതിക്കുള്ളൂ. പക്ഷേ എനിക്ക് മനോട്ടിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, അതേപോലെ ക്ലയൻസിനെ പറ്റി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ മൈക്ക് ഇങ്ങോട്ട് തരാത്തതുകൊണ്ട് അതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും വയസ്സായവരാണ്, അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് ഈ വണ്ടി ഓടിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ആ മൈക്ക് ഞങ്ങൾ മനോൻ്റെ നിന്ന് മേടിച്ച് പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ആദ്യമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മൈക്ക് അതേപോലെ ക്യാമറ അതിനൊക്കെ ഒരുപാട് പേടിക്കണ ഒരാളായിരുന്നു. അതിന് ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡെക്കോട്ടിൽ സലീമിക്കാനോട് ചോദിക്കണം. കാരണം ഫസ്റ്റ് മൂപ്പര് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് വ്ളോഗ് ചെയ്യണ സമയത്ത് എനിക്ക് ആളുടെ മുഖത്ത് നോക്കാനോ, അത് വേണമെങ്കിൽ ഇപ്പോഴും ആ വീഡിയോയിൽ അങ്ങനെയൊന്നും ഉണ്ടാവുക അല്ലേ. കാരണം ഭയങ്കര ഒരു മടി, പേടി എനിക്ക് നല്ല ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു സാധനം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യണ സാധനത്തിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതായത് നമ്മൾ ചെയ്യണ കാര്യം, അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വളരെ ഈസിയാണെന്ന് പറയില്ലേ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മളെ എക്സ്പീരിയൻസും, അതായത് നമുക്കുണ്ടായ 2 വർഷത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചത് നമ്മൾ ഈ ഒരു വിജയം ഇത്രയും വലിയ ഇങ്ങനത്തെ 2 വർഷമായപ്പോഴേക്ക് ഇങ്ങനത്തെ ഒരു വിജയം ഉണ്ടാക്കി തന്നത് എനിക്ക് മാത്യു സാറാണ്. അപ്പോൾ മാത്യു സാറിനെ കുറിച്ചിട്ട് ഞാൻ പല വീഡിയോയിലും പറയണതാണ്. അതൊക്കെയാണ് ഞാൻ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. കാരണം ഇതെല്ലാവർക്കും ഒരു റിപ്പീറ്റേഷനായിട്ട് തോന്നും. നമ്മൾ മാത്യു സാറിൻ്റെ വീഡിയോ വരും നമ്മുടെ ഡെക്കോട്ടിൽ തന്നെ. ആ സമയത്ത് മാത്യു സാറിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരുടെ ആ എൻജോയ്മെൻറ്റ് കണ്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫങ്ഷൻ നടത്തുന്നത് തന്നെ, അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. കാരണം ചിലവർ ഫങ്ഷനൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവർ 2 ദിവസം ലീവ് ആക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ചിലവർ പറഞ്ഞിരുന്നു ഞങ്ങളില്ല എന്നൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതായത് കട്ടപ്പനെന്ന് അവരോട് ബസ്സിന് വരാൻ പറഞ്ഞപ്പോൾ അവർക്കൊരു മടി. കാരണം മറ്റേ നമ്മളെ വണ്ടിയിലാണല്ലോ പോവും വരികയൊക്കെ ചെയ്യാറ്. ബസ്സിന് വന്ന് പിന്നെ ഒരു ദിവസം ലീവ്, അന്നത്തെ ദിവസം ലീവ്, പിറ്റേ ദിവസം ലീവ്, ഇതൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ വരണമെന്നൊക്കെ അവർ ചോദിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്തത് അവരാണ്. ഷെരീഫിൻ്റെ പാട്ടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉൾപ്പെടുത്തണമെന്നുണ്ട്. പക്ഷെ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ ഒരു പാട്ട് ഉൾപ്പെടുത്തിയിട്ട്, കാരണം അവൻ കരോക്കയിലാണ് പാടുന്നത്, അപ്പോൾ അതിന് മ്യൂസിക് ഉണ്ട്, അപ്പോൾ അതിന് കോപ്പിറൈറ്റ് അടിക്കുക. അത് കാരണമാണ് നമ്മളതിൽ. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അറിഞ്ഞില്ല ഇവനാ പാടുകയെന്ന്. ഫസ്റ്റ് അവനൊരു പാട്ട് പാടിയിരുന്നു, പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ആക്ച്വലി അത്
ശരിക്കും യൂട്യൂബിൽ വെച്ചിരിക്കാന്നാ വിചാരിച്ചത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ പാടിയത്. പിന്നെ ഒരാൾ വന്ന് പറഞ്ഞു ഇത് ഷെരീഫാണ് പാടുന്നത്. അപ്പം ഞങ്ങൾ അന്തം വിട്ടു, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാട്ടോ പാടുന്നത്. പാടുന്നുള്ളത് അറിയാം. ഇതിന്റെ മുന്നേ പാടിയതിന്റെ ഒരു സോങ് ഞങ്ങൾക്ക് അയച്ചത് പാർട്ടി പരിപാടിയുടെ പാട്ടാണ്. അപ്പം അത് നമുക്ക് അത്ര ഒരു തോന്നിയില്ല. പക്ഷെ നന്നായി പാടിയായിരുന്നു. പക്ഷെ ഇങ്ങനെ നന്നായി പാടുന്നു അന്ന് വിചാരിച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ ക്ലയൻറ്റിനെ എല്ലാം സ്റ്റേജിൽ വിളിച്ച് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും എല്ലാം നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഇതൊരു ഉച്ചയ്ക്കെങ്കിലും നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അതേപോലെ നമുക്ക് സ്റ്റാഫിനോടും ചോദിക്കാണ്ട്. ഇതിലിപ്പോൾ എല്ലാ സ്റ്റാഫിനോടും നമുക്കൊന്നും സംസാരിക്കാൻ പറയാനും കൂടി പറ്റിയിട്ടില്ല. കാരണം മെയിനായിട്ട് സത്യത്തിൽ ഇതിന് സ്ക്രിപ്റ്റ് ഇല്ലാത്തതാണ്. എനിക്കറിയില്ല ഇവരൊക്കെ സംസാരിക്കുന്നുള്ളത് പോലും എനിക്കറിയില്ല. ചില ആൾക്കാർ എൻ്റെ പോലെ തന്നെ മൈക്ക് കണ്ട മടിയുള്ള ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ സംസാരിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവരൊന്ന് നമ്മൾ ഈ ക്ലയൻസിനൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറയാണ്ടിരുന്നാലോ അങ്ങനത്തെ ഒക്കെ ഇത് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞത്. ഫസ്റ്റ് 5 മണിയാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ 5 മണിക്ക് പോയിട്ട് എന്ത് ചെയ്യാനാന്നുള്ളൊരു പ്ലാനിലാണ് അത് 6 മണിയാക്കിയത്. 6 മണിക്ക് 5 മണിക്ക് ആകുമ്പോഴേക്കന്നെ എല്ലാവരും ഇവിടെ എത്തി. പക്ഷേ എത്തിയ വഴിക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും തമ്മിൽ പരിചയപ്പെടലും സംസാരിക്കണം കണ്ടപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചത് അവർ കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ എന്ന്. അവരെ സംസാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഷെരീഫിൻ്റെ ഈ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കാണ് പിന്നെ സമയം ഇങ്ങനെ കയറി പോയി. പിന്നെ 2 വർത്താനം പറയും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ആരെ വിളിക്കും, എങ്ങനെ വിളിക്കും, ഇതിനൊന്നും നമുക്ക് പ്ലാൻ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മുടെ ജയരാജേട്ടനാണ് നമ്മുടെ കമ്പനിയിലെ ഏറ്റവും മുതിർന്ന സ്റ്റാഫ്. അപ്പോൾ മുതിർന്ന സ്റ്റാഫിനായിട്ട് നമ്മളൊരു പൊന്നാട അണിയിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളിലെ ബെസ്റ്റ് വർക്കേഴ്സിന് അവന് ട്രോഫിയൊക്കെ മേടിച്ചിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രോഫി മേടിച്ചിട്ട് അവൻ എന്നോട് ഇത് അനൗൺസ് ചെയ്യുമ്പോഴാണ് നമ്മൾ തന്നെ അറിയണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നൊക്കെ. ഇതൊന്നും ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് മറ്റേ ആകെ ഒരു തിക്കും തിരക്ക് പോലെ ഒരു സംഭവമായി പോയി. അതാണ് പറഞ്ഞത്, അടുത്ത പ്രാവശ്യം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് കറക്റ്റ്, കാരണം അറിയില്ല, അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. എന്തായി കഴിഞ്ഞാലും ഞങ്ങളുടെ രീതിയിൽ സൂപ്പറായിരുന്നു. നമ്മളെ ക്ലയൻറ്റിനും അതേപോലെ തന്നെ നമ്മളെ സ്റ്റാഫും എല്ലാവരും ഹാപ്പിയായി. എല്ലാവരും കണ്ടപ്പോഴും ക്ലയൻറ്റുകളാണെങ്കിൽ അതേപോലെ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ ഒരു അടിപൊളി പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാട്ടോ പോയത്. പിന്നെ നമ്മളെ മോനിച്ചങ്ങളുടെ ആൻറ്റി അവരും പറഞ്ഞു നന്നായിന്ന്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വരുമ്പോൾ ചിലവർക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമെന്ന്. പക്ഷെ എല്ലാവരും നല്ല പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിരുന്നു. ഞങ്ങളെ സ്റ്റാഫിന് അങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഈ ഒരു ഹിന്ദി സ്റ്റാഫ് അല്ലെങ്കിൽ ഹിന്ദിക്കാർ സ്റ്റാഫ് എന്നുള്ളത് നമ്മളെ നാട്ടിലെ ആൾക്കാരെ കൺസെപ്റ്റ് നമ്മൾ പെരുമ്പാവൂരത്തെ വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങൾ അതാത് സ്ഥലത്തുനിന്ന് ടൗണിൽ നിന്ന് വിളിക്കുന്ന സ്റ്റാഫിനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവണത്. ഞങ്ങളെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളൊരു പ്രോജക്റ്റിന് പോയി കഴിഞ്ഞാൽ 6 or 7 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു 4 ഭായിമാരാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർവൈസർ, അല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങളെല്ലാം മിങ്കിൾ ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ ഒരു വീട് ഇപ്പോൾ നിങ്ങളോട് എടുത്തു തരാൻ പറഞ്ഞതിൽ കൂടി ഞങ്ങൾ സൂപ്പർവൈസറും അതേ ഇവിടെ തന്നെയല്ലേ താമസിക്കണത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജിൻ എന്നാണ്. ഞാൻ അൾട്രാടെക് സിമെന്റിന്റെ എറണാകുളം ടെക്നിക്കൽ മാനേജറാണ്. അപ്പോൾ നമ്മുടെ ഈ ലൈന കൺസ്ട്രക്ഷൻസ് ഇനിഷ്യലി എന്നെ കോൺടാക്ട് ചെയ്തിരുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു കോൺട്രാക്ടിങ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ, ഒരു വീട് പണിയുന്ന ഒരാളെന്ന് പറയുന്ന രീതിയിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ആളാണ്. പിന്നെ അവരിലേക്ക് കൂടുതൽ അടുക്കുകയും ഇവരുടെ കൺസ്ട്രക്ഷൻ രീതികളൊക്കെ ഞാൻ വളരെ അടുത്തറിഞ്ഞ് സ്റ്റഡി ചെയ്യുകയും ചെയ്ത്, പിന്നെ ഇവരുടെ ആ റിക്വയർമെൻറ്റ്സ് ജസ്റ്റ് സിമെൻ്റ് എന്നല്ല, നിങ്ങളിലുള്ള ഏതാണോ പ്രീമിയം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലേക്ക് കണ്ടെത്തി വന്ന ആളുകളാണ്. അപ്പോൾ അതായത് ഒരു മിനിമം ഒരു സൈറ്റിലൊരു സിമെൻറ്റ് ഒരു വീട് പണിയുന്ന ആളിന് ഏറ്റവും എന്താ പറയുക വില കുറച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ വില കുറച്ച്, ഞാൻ ഇതേ വരെയും ഒരു ക്ലയൻറ്റും ഇതേപോലെ നമ്മുടെ ഈ സൂപ്പർ എന്ന് പറയുന്ന ബ്രാൻഡ്, എന്ന് വെച്ചാൽ നോർമൽ സിമെന്റിനെ കാട്ടിയിട്ട് ഏതാണ്ട് 30-35 രൂപ പ്രീമിയം വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആ ഒരു സാധനം അത് മാത്രം കൺസിഡർ ചെയ്ത് ചെയ്യുന്ന ഒരു ടീമിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണലി തന്നെ ഞാൻ എല്ലാവർക്കും ലേണ കൺസ്ട്രക്ഷൻസിനെ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അവാർഡിൻ്റെ ക്രൈറ്റീരിയ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ICI ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ കോൺക്രീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും മെമ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതും അൾട്രാടെക് സിമെന്റുമായിട്ടാണ് നമ്മൾ മെയിൻലി ടൈപ്പ് ഉള്ളത്. ഈ 2 അതോറിറ്റിയും കൺസിഡർ ചെയ്ത് എല്ലാ ജില്ലകളിലെയും വീടുകളെ നമ്മൾ കൺസിഡർ ചെയ്ത് ബെസ്റ്റ് ബിൽറ്റ് ഹൗസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതിലുപരി ഓവറോൾ കേരള അല്ലെങ്കിൽ ഇവർ വർക്ക് ചെയ്തിരുന്ന എല്ലാ ഏരിയകളെയും കൺസിഡർ ചെയ്ത് ഓവറോൾ ജൂറി അപ്രീസിയേഷൻ, നമുക്ക് ഒരു ജൂറി പാനലുണ്ട്. ഒരു 12 പേരടങ്ങുന്ന കേരളത്തിൽ തന്നെ ടോപ്പ് എഞ്ചിനീയേഴ്സ് അടങ്ങുന്ന ഒരു ജൂറി പാനലുണ്ടായിരുന്നു.
ഗവൺമെന്റ് ആസ് വെൽ ആസ് പ്രൈവറ്റ് ആസ് വെൽ ആസ് ആർക്കിടെക്ട്സ് കൺസൾട്ടൻസ് എല്ലാവരും അടങ്ങുന്ന ഒരു 12 പേരടങ്ങുന്ന ഒരു ജൂറി പാനൽ ഉണ്ടായിരുന്നു. ആ ജൂറി പാനലിൽ വന്ന് എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് സജസ്റ്റ് ചെയ്ത ഒരു ഓവറോൾ ജൂറി അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഓൾ കേരള ബേസ്ഡ് ആയിട്ട് ഒരു ഓവറോൾ ജൂറി അപ്രീസിയേഷനാണ് ഞങ്ങൾ ലേന കൺസ്ട്രക്ഷൻസിന് കൊടുത്തത്. അവർ തീർത്തും അതിന് യോഗ്യരാണ്. വെറുതെ അല്ല പറയുന്നത്, കംപ്ലീറ്റ്ലി 100% ഞങ്ങൾ വളരെ എന്താ പറയാ, നമ്മൾ ധൈര്യമായി കൊടുത്ത ഒരു ടീം തന്നെയാണ് ലേന കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ടു ലേന കൺസ്ട്രക്ഷൻസ്, നമ്മുടെ മനോജ് സാറിനും ആസ് വെൽ ആസ് നമ്മുടെ അമൃത മാഡം. ഓക്കെ, താങ്ക് യു. ഞാനൊരു 10-20 വർഷം ആലോചിച്ച് തലയിലിട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയൊരു വീടാണത്. അതായത് എൻ്റെ വീടിനകത്ത് വീട് പണിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓരോ മുറികളെ പറ്റി പോലും നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു. എൻ്റെ മിസ്സസിനില്ലായിരുന്നു, എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. റൂമിൻ്റെ വലിപ്പം, റൂമിൻ്റെ സൈസ്, ഹൈറ്റ് ഇതെല്ലാം അറിയായിരുന്നു. അതൊരു 10-15 വർഷമായിട്ട് ഞാനിങ്ങനെ തലയിട്ട് നടക്കാം. കാരണം സർവീസ് വരാതെയും പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തലയിട്ട് നടക്കാം. അപ്പം എനിക്ക് വീട് പണിയേണ്ട ഒരു സമയമായി. അപ്പോഴത്തേനാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം യൂട്യൂബിനകത്തൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്പർ എടുത്തു, അമൃതയെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു വീട് പോയി കാണാം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഐഡിയ ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് ആരെ കാണാനാണ്? അത് പണിയൊന്നും എനിക്ക് അല്ല എനിക്കറിയായിരുന്നു ഇത് 1000 തീരുകയല്ലെന്ന്. അപ്പം എന്തായാലും റേറ്റൊക്കെ കുഴപ്പമില്ല, കാരണം റേറ്റൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ 1000 ഇവർക്ക് ചെയ്യാൻ പറ്റുകയെന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ ഇവർ റേറ്റ് പറഞ്ഞു, ഞാൻ ബാർഗെയിൻ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. ഓക്കെ, നോർമലി ഉണ്ടാവുമല്ലോ. സമ്മതിക്കാത്തതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം നമുക്ക് സംഭവിക്കാം, പക്ഷെ ഇതൊരു ലക്ഷറി വീടാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പിന്നെ ഇത് സംസാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കോൺട്രാക്ടറും ഇതുവരെ യെസ് എന്ന് പറഞ്ഞിട്ടില്ല. നടക്കുന്നു. മനോജ് മാത്രമേ ഉള്ളൂ യെസ് നടക്കും, അത് നടക്കും. ഓക്കെ, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ഒരു വീടിൻ്റെ ഒരു പടം ചുമ്മാ വരച്ചു കൊടുക്കുകയത്. പിന്നെ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ അന്നേരം ഉറപ്പ് പറഞ്ഞിരുന്നു. ഒന്ന്, എൻ്റെ വീട് പണിയുന്നതിൽ നിങ്ങൾക്ക് നഷ്ടം വരികയില്ല. 2, നമ്മൾ ഒരിക്കലും അടിച്ചു പിരിയുകയില്ല. അതിൻ്റെ തെളിവാണ് മനോജ് ഭായി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാറുണ്ട്. മനസ്സിലായി? അത് കഴിഞ്ഞ് അവർ കിടന്നുവെച്ച് അവർ വീഡിയോ എടുത്തുകൊണ്ട് പോകും. എന്നിട്ടുള്ള നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞും വിടും. എനിക്കിത് പണിയാ വീട് കാണാൻ. പിന്നെ അതുപോലെ പൈസയുടെ കാര്യങ്ങളെ പറഞ്ഞു കേൾക്കാം. മനോജും അമൃതയും പൈസ ചോദിച്ചിട്ടില്ല എന്നോട്. അത് അവസാനം കണ്ടൊക്കെ ചോദിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, അതിന് മുമ്പ് തന്നെ ഞാൻ കൊടുത്തോണ്ടാ വയ്ക്കുന്നത്. അത് തന്നെ. അപ്പം ഞാൻ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കാത്തോണ്ട് അവർ ചോദിക്കാൻ ഞാൻ അല്ല ഇവര് ചോദിച്ചോണ്ടേ. പിന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇത് സാറ് അവിടെ വരുന്ന ക്ലയൻസിനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അല്ലല്ല, ഒരു ക്ലയന്റ് അവരോട് അങ്ങനെ പറഞ്ഞു, ഇവർക്ക് ഇവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് നമുക്ക് പണി തരേണ്ട കാര്യമില്ല. പൈസ ആയിട്ടാണ് അവർ ചെയ്തു തരുന്നത്, നിങ്ങൾക്ക് ചെയ്തു തരുന്നു. അതിനൊരു ചെറിയ ലാഭം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു സാധാരണക്കാരൻ 3000 രൂപ 3000 സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ ഇപ്പൊ 1.25 കോടി രൂപ ആവും. 1.25 കോടി. ഞാൻ 70 ലക്ഷം രൂപ മുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നായാലും ഇവർക്ക് എല്ലാ ഭാഗങ്ങളും ഞാൻ നേരുന്നു. കാരണം ഇതുപോലെ വിജയിച്ച് മുന്നോട്ട് പോവാ. ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഇവിടെ ഈ പുള്ളി പണിയുമ്പം പലരും പല ഐഡിയയും കൊണ്ട് വരും, പല സജഷൻസ് തരും. ഒന്നും കേൾക്കാൻ പാടില്ല. എന്തെങ്കിലും മോട്ടറേഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാനോ വൈഫോ പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ എന്നുള്ള ഉറപ്പ് ഞാൻ പറഞ്ഞിരുന്നു. വേറെ ആർക്കും സജഷൻ ഞാൻ സമ്മതിക്കലായിരുന്നു. കാരണം ഞാനും കൊടുക്കുന്നില്ല സജഷൻ. ഞങ്ങൾ ഒരിക്കലും സംസാരിച്ചു തീർന്നു. പിന്നെ നമ്മുടെ മലയാളി സൂപ്പർവൈസേഴ്സിൻ്റെ വക എനിക്ക് മനോഹരനും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഷെരീഫ് ഓൾറെഡി സാധനം പർച്ചേസിങ്ങിനൊക്കെ പോണ സമയത്ത്
മറ്റവർക്കൊക്കെ ഗിഫ്റ്റ് മേടിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിക്കും എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചത് ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. സാധാരണ അവർ ഗിഫ്റ്റ് ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിൽ കൂടി ഒരു ഗ്രീറ്റിങ്സ് എങ്ങനെയൊക്കെ എഴുതിയിട്ട് അവർ തരാറുണ്ട്, ഇപ്പോൾ വീട്ടിലാണെങ്കിൽ കൂടി അല്ലേ. പക്ഷേ ഇപ്പോൾ അവർ സൺഗ്ലാസ് ആണ് കേട്ടോ അവർ വാങ്ങിക്കൊണ്ടുവന്നത്. പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗിഫ്റ്റ്. അത് അവർക്ക് തോന്നിയതിൽ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ മക്കൾ കറക്റ്റായിട്ടുള്ള സാധനമാണ് അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റായിട്ട് മേടിച്ചത്. കാരണം അവർക്ക് അറിയാം, അപ്പോൾ അവർക്ക് നമ്മൾക്കിപ്പോൾ പ്രത്യേകിച്ചൊരു സാധനം മേടിച്ചു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാം. അത് കാരണം കൊണ്ടാവും അവർ സൺഗ്ലാസ് അങ്ങനത്തെ ഒരു കാറ്റഗറി നോക്കിയിട്ട് തന്നെ മേടിച്ചു തന്നത്. അതും എനിക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മനോൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അത് വിചാരിച്ചിട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവർ എനിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ എനിക്ക് മേടിച്ച ഗിഫ്റ്റാണ് ഭയങ്കര സർപ്രൈസ് ആയത്. കാരണം ആ ഒരു ഗിഫ്റ്റ് ഒരിക്കലും എനിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഗിഫ്റ്റാണ് അവർ മേടിച്ചത്. അത് അമ്മൂന് മേടിച്ചത് സെപ്പറേറ്റ് ആയിട്ട് വേറെ മേടിക്കുകയും ചെയ്തു. സൂപ്പർവൈസേഴ്സിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, കുട്ടികളോടൊന്നല്ല പറയുന്നത്. കുട്ടികൾ 2 പേർക്കും ഗ്ലാസ് ആണ് തന്നത്. പക്ഷേ സൂപ്പർവൈസേഴ്സ് മേടിച്ച ഗിഫ്റ്റാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തന്ന ഗിഫ്റ്റ് നിങ്ങളിപ്പോൾ ജയരാജൻ്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല അതെന്താ ഗിഫ്റ്റ് എന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടിക്ക് എന്തായി കഴിഞ്ഞാലും ആ ഗിഫ്റ്റ് ഞാൻ ഒറ്റയ്ക്കായിട്ട് എന്തായാലും എടുക്കില്ല എന്നറിയാം. കാരണം ആ ഗിഫ്റ്റ് തന്നതിന് ശേഷം അവർ അപ്പം തന്നെ പറഞ്ഞു ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കണമെന്ന്. കാരണം ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയാലേ ഉള്ളൂ അവർക്ക് അതിനൊരു ഷെയർ കിട്ടുക. പിന്നെ ഷെരീഫിൻ്റെ ഐഡിയയിൽ ഉണ്ടായ ബാക്കിയുള്ള സ്റ്റാഫിനുള്ള സമ്മാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പിന്നെ നമ്മൾ സൂപ്പർവൈസേഴ്സും ഞാനും എല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാവർക്കും കൊടുത്തു. അങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് പരിപാടി. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങളെ ഇതിലുണ്ടായിരുന്നതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടുക, ഒരു ഫുഡ് അടിക്കുക അല്ലേ. ആദ്യം ശരിക്കും സ്റ്റാഫിന് മാത്രം വിളിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുകയല്ലേ, അപ്പോൾ തൊട്ടടുത്ത ക്ലയൻറ്റിനെ വിളിക്കാമെന്നായി. പിന്നെ ഓരോരുത്തരെ വിളിക്കുമ്പോൾ നമുക്ക് തോന്നി ഇന്നിപ്പോൾ അടുത്തത് സൈറ്റ് തുടങ്ങാനുള്ളത് ലിഫോനെയാണ്, അപ്പോൾ ലിഫോനെ വിളിക്കാം. അങ്ങനെയാണ് വിളിച്ച് ഇത്രയും പേരായത് കേട്ടോ. പിന്നെ എനിക്ക് മോനിച്ചനങ്ങൾ തന്നത് ഇതേപോലത്തെ സെയിം ഒരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, മോനിച്ചനങ്ങളാണ് ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തന്നത്. പക്ഷേ ഈ സൂപ്പർവൈസേഴ്സിനോടൊന്നും ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരും അതേപോലത്തെ ഒരു ഗിഫ്റ്റാണ് എനിക്ക് കൊടുക്കുന്നത്. മോനിച്ചനങ്ങൾ തന്ന ഗിഫ്റ്റ് പിന്നെ മക്കൾ UK കൊടുത്തതാണ്. അതിനൊരു സ്പെഷ്യാലിറ്റി വേറെ ഉണ്ടായിരുന്നു. നമ്മളെ പിള്ളേർ പഠിച്ചത് നമ്മളവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതാ ഗിഫ്റ്റ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർ ആ ഗിഫ്റ്റ് എന്താണെന്നൊരു കമൻറ്റ് ചെയ്തോളൂണ്ട് കേട്ടോ. അതിന് ഞാൻ വേറൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് അയച്ചാറുണ്ട്. പിന്നെ ഈ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ് സെറിമണി വെച്ചത്. അത് ഓൾറെഡി ഈ വീഡിയോയുടെ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു വെടിക്കെട്ടും നമ്മുടെ ഷെരീഫ് പ്ലാൻ ചെയ്തായിരുന്നു. എല്ലാം നല്ല ഗംഭീരമായിട്ട് നടന്നു. അങ്ങനെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവിടെ ആൻറ്റിക്ക് ഇപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഫോൺ വിളി വന്നിരുന്നു. കാരണം അവർക്ക് ആർക്കും അറിയില്ലല്ലോ. കാരണം തൊട്ട വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവർ വിളിച്ചിട്ടുമില്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തായി കഴിഞ്ഞാലും അടുത്തുള്ള ആൾക്കാർ വിളിച്ച് ചോദിച്ചു. നോമ്പ് സമയം കൂടെ ആയതുകൊണ്ട് എന്താണെന്നുള്ളത് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ പോയത്. ഫുഡ് നമ്മളിവിടെ അടുത്ത് തന്നെ ടോമി കാറ്ററിംഗ് സർവീസിലാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വെടിക്കെട്ടും കാര്യങ്ങളും നമ്മുടെ ക്ലയൻസിനും അറിയണ്ടായിരുന്നില്ല. അതൊക്കെ പറഞ്ഞില്ലേ, ഷെരീഫ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഘടകം. നമ്മുടെ ഈ ഫംഗ്ഷൻ ഇത്രയും ഭംഗിയാക്കി തന്നെ അവൻ തന്നെയാണ്. പിന്നെ ഷെരീഫിൻ്റെ കൂടെ നമ്മുടെ എല്ലാ മലയാളിയും സൂപ്പർവൈസേഴ്സും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ വിജയം. അതെന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് എന്നോട് ഇവരാരും ഒന്നും മിണ്ടുന്നില്ല, പണിയുടെ കാര്യം മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീഡിയേറ്റർ എന്ന് പറഞ്ഞ ആളാണ് അമ്മു. അപ്പോൾ ഷെരീഫിന് പിന്നെ അമ്മുവിനോട് എന്ത് പറയാനും ഇതില്ലാത്തതുകൊണ്ട് എന്നോട് പിന്നെ മിണ്ടുന്നില്ല. ഇവർ തമ്മിൽ കോൾ ചെയ്യാറ് പോലും ഇല്ല. ഞാനാണ് ഷെരീഫിനോട് കൂടുതൽ കോണ്ടാക്ട്സ്. അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ ഇതിലേക്ക് എത്തി. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് നമ്മുടെ മോനിച്ചങ്ങളും ആൻറ്റി തന്നെയാണ് ഏർപ്പാടാക്കി തന്നത്. നല്ല ഫുഡായിരുന്നു. അതേപോലെ അവരുടെ സർവീസും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ ഇനി ഏറ്റവും അവസാനമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ മോനിച്ചൻ അങ്കിളിൻ്റെ അടുത്തും ഷൈനി ആൻറ്റിക്കുമാണ്. കാരണം ഈ ഫംഗ്ഷൻ ഇത്രയും ഭംഗിയാക്കിയത് ഫുള്ളി അവർ തന്നെയാണ് ഇതിൻ്റെ ഫുൾ കോർഡിനേഷൻ എന്ന് പറയാം. അത് മാത്രമല്ല, ഞാൻ ഇതിന് മുന്നേ നമ്മളെ ഈ വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീട് ഇത്രയും നന്നായിട്ട് ഇങ്ങനെ വെക്കൊണ്ടാണ് കേട്ടോ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇവിടെ വെച്ച് നടത്താൻ തോന്നിയത്. സത്യം പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ വെച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഞങ്ങളെ പെരിന്തൽമണ്ണത്തെ വീടിൻ്റെ മുന്നിലാണ്. പക്ഷേ ഈ ഒരു വൈബും ഈ ഒരു ആംബിയൻസും അതിനൊരിക്കലും കിട്ടില്ല. ഇങ്ങനത്തെ ഒരു സെറ്റപ്പും ഉണ്ടായിരിക്കില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ഈവനിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഫംഗ്ഷൻ
പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ രണ്ടുപേരും ലൈഫിൽ ആദ്യമായിട്ടാണ്. ഞങ്ങളെ കല്യാണത്തിനും കൂടി ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കല്യാണത്തിന്റെ ഒരു വീഡിയോ പോലും ഇല്ല. അടുത്ത വർഷം ഞങ്ങൾ കാഞ്ഞിരമറ്റത്ത് ഒരു ഓഫീസും കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നടത്തണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷം ഇതിൽ നന്നായിട്ട് നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്.